കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പുഴുക്ക് തയ്യാറാക്കിയെടുക്കാം. കഞ്ഞിയുടെ കൂടെയും ചോറിനും എന്നാൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഴുക്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണിത്. നല്ല അരപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. വൻപയറും കായയും വെച്ചാണ്. രണ്ടും ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി പുഴുക്ക് തയ്യാറാക്കാനായി തലേദിവസം വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം കേട്ടോ. നന്നായി കുതിർന്ന വൻപയർ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്കിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് വാഴക്കായാണ്. വാഴക്ക ഇളയതാകുമ്പം നല്ല രുചിയാണ് കേട്ടോ. എന്നാൽ മൂത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ തോലൊക്കെ കുറച്ച് തിക്നെസ് ആയിരിക്കും. ഈ വാഴക്കയുടെ തോലിലും നല്ല പോഷകങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെത്തിയിട്ട് ഒന്ന് കഴുകിയിട്ട് കുറച്ച് ഭാഗം അതിലിരിക്കട്ടെ തോല്. അതോടുകൂടി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് വേവിക്കാം. ഒരുമിച്ച് വേണമെങ്കിലും കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്യണേ. എന്നിട്ട് നമുക്കിതൊന്ന് മസാലയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴാണ് ഒരു രുചി കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു കൂട്ട് വേണം, ഒരരപ്പ്. എന്നാൽ നന്നായി അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്തൊരു കൂട്ട് വേണം. അതിനായിട്ട് ഒരല്പം തേങ്ങയും കുറച്ച് ജീരകം, നല്ല ജീരകം, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അല്ലിയും ചെറിയുള്ളിയും കറിവേപ്പിലയാണ് വേണ്ടത്. നല്ല ജീരകം ഒരല്പം മതി കേട്ടോ. എരിവിന് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. കായയും വൻപയറും വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ടോ. ഉപ്പൊന്നും കൂടണ്ട. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, വൻപയർ വെന്തു, കായയും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കൂടെ അരപ്പും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കായ നന്നായി വെന്തതാണ് കേട്ടോ. ഇതാ വൻപയർ നല്ലപോലെ ഒന്ന് പൊട്ടാനായി നിൽക്കുന്നുണ്ട്. തയ്യാറാക്കിയെടുത്ത അരപ്പും കൂടിയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലൊരു ടേസ്റ്റി പുഴുക്കാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മറക്കല്ലേ. ഇനി നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അധികം കരിയണ്ട, ജസ്റ്റ് ഒന്ന് പച്ചച്ചോവയൊന്ന് മാറിയാൽ മതി. ഇനി നമുക്കിത് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കായ നല്ലപോലെ വെന്തു ഒന്ന് കുത്തി ഇളക്കിയാൽ നന്നായി ഉടയും. അപ്പോഴൊരു രുചിയാണ്. ഇനി സെപ്പറേറ്റായിട്ട് കിടക്കേണ്ടവർക്ക് ഇത്രയും വേവിക്കേണ്ട, ഉടച്ചും കൂടി ചേർക്കണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് ഉടച്ചു സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വലിയിച്ചെടുക്കാം. ഒരല്പം വെള്ളത്തോടെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. വേവിച്ച് വെച്ച വൻപയറും നന്നായി വെന്തിട്ടുണ്ട്. അതിലുള്ള അല്പം വെള്ളം ഉണ്ടാവുമല്ലോ വേവിക്കുമ്പോൾ, അതും കൂടി ചേർത്തിട്ടുണ്ടേ. കുറച്ച് ഡ്രൈ അല്ലാതെ കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് ഇത് തയ്യാറാക്കണേ. ഡ്രൈ ആയിട്ടാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. വേണമെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണേ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. പച്ച ടേസ്റ്റ് വരില്ലേ കായയുടെയും പയറിൻ്റെയും അരപ്പിൻ്റെയും ഒക്കെ, അതൊക്കെ മാറാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച സൂപ്പർ പുഴുക്കാണ്.